ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാർക്കറ്റിന് ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോയുടെ ക്യാപ്ഷൻ തുടങ്ങുന്നത്. ഈ മാർക്കറ്റ് ഒന്നും തരുന്നില്ല, പക്കാ റേഞ്ചിൽ. ഈവൻ നിഫ്റ്റിയുടെ പുട്ട് പോലും പ്രീമിയം പോകുന്നില്ല, കോളിൻ്റെ പ്രീമിയം ഡ്രാസ്റ്റിക്കായിട്ട് കുറയുന്നു, പുട്ടിൻ്റെ പ്രീമിയവും മൂവുന്നില്ല. പ്യുവർലി റൈറ്റേഴ്സിൻ്റെ ഒരു മാർക്കറ്റായിരുന്നു ഈ കഴിഞ്ഞു പോയ 2 ആഴ്ചയായിട്ട് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ ബയർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു പ്രോഫിറ്റും കിട്ടാത്തൊരു മാർക്കറ്റും കൂടെയായിരുന്നു. മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ നിഫ്റ്റി ഒരു പെർഫെക്റ്റ് 3 ദിവസമായി, തിങ്കൾ ചൊവ്വ വ്യാഴം, ഇന്നലെ അവധിയായിരുന്നു. ഈ 3 ദിവസം പെർഫെക്റ്റ് ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ് നിഫ്റ്റിയുടെ സ്പോട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയുടെ പൊസിഷൻസ് ഹയർ ഹൈ ലോവർ ലോ ഫോർമേഷൻ തന്നിട്ട് ഏകദേശം പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 48,720 തൊട്ട് 48,620 ഒരു സ്പൈക്ക് ലോയും ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഇന്ന് എക്സ്പയറിയുടെ പ്ലേ ബാങ്ക് നിഫ്റ്റിയുടെ കളി നടന്നത്. നിഫ്റ്റിയിൽ 23,500 കോൾ റൈറ്റേഴ്സും പുട്ട് റൈറ്റേഴ്സും മറ്റു 21,500 പുട്ട് റൈറ്റേഴ്സും വളരെയധികം സ്ട്രോങ് ആയ ഒരു മാർക്കറ്റും കൂടെ ആയിരുന്നു ഇന്ന് കടന്നു പോയത്. സോ ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് 7 മണിയാവുന്ന സമയത്ത് നമ്മൾ അമേരിക്കൻ മാർക്കറ്റിലെ കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിം കുറഞ്ഞിട്ടുണ്ട്. വളരെയധികം പോസിറ്റീവായ കാര്യമാണ്. കോർ PCE പ്രൈസ് കൂടി, അതൊരു പോസിറ്റീവായ കാര്യം. കോർ ഡ്യൂറബിൾസ് ഗുഡ്സ് ഓർഡേഴ്സ് കുറഞ്ഞു, അത് എക്കണോമി കോൺട്രാക്ട് എന്ന് പറഞ്ഞു. ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സിൻ്റെ മന്ത് ഓൺ മന്തിൻ്റെത് അത് കൂടി, അത് വളരെയധികം പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ ഒരു നെഗറ്റീവായ ഒരു കാര്യം ഉണ്ടെങ്കിൽ GDP ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വന്ന് സെയിം ആണ്. അതുപോലെ GDP പ്രൈസ് ഇൻഡെക്സും 2.4 ആണ്, കുറേ കൂടിയിട്ടുണ്ട്. GDP സെയിൽസ് സെയിമായിട്ട് പ്രതീക്ഷിച്ച് വന്നു. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം കൂടി, അതായത് തൊഴിലില്ലാത്ത ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടി. അപ്പോൾ ഒരു പോസിറ്റീവ് ഡേറ്റയ്ക്ക് 2-3 പോസിറ്റീവ് ഡേറ്റയും 2 മെജോറിറ്റി നെഗറ്റീവ് ഡേറ്റയും വന്നൊരു മിക്സഡ് രീതിക്കാണ് നിൽക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അമേരിക്കൻ മാർക്കറ്റ് നല്ല രീതിയിലേക്ക് അടിച്ചിറങ്ങി വന്നാണ്ട് നല്ല ഡിപ്പ് വന്ന മാർക്കറ്റാണ് നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത്. നാസ്ഡാക്ക് ചെറിയൊരു ഫ്ലാറ്റ്, ചെറിയൊരു അപ്പ് ഉണ്ടെങ്കിൽ കൂടെ ഡൗൺവേർഡ് ആണ്. അതേപോലെ S&P മിനി ഒരു ഡൗൺവേർഡ് മാർക്കറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ആ ഒരു മൂമെൻറ്റം കൃത്യമായി തരുന്നില്ല. നാളെ ഇന്ന് നമ്മളെ ഫെബ്രുവരി മന്ത് എക്സ്പയർ നടന്നു. 22,550 ഭാഗത്തേക്കാണ് ഫെബ്രുവരി മന്ത് എക്സ്പയർ ആയിരിക്കുന്നത്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഫെബ്രുവരി മന്ത് എക്സ്പയർ ആയിരിക്കുന്നത് 48,743 ഭാഗത്തുമാണ് ചുരുക്കി പറഞ്ഞ് എക്സിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി കുറേ വൃത്തികെട്ട ഒരു റേഞ്ച്. അതേപോലെ തന്നെയാണ് നിഫ്റ്റി നോക്കിയാൽ തന്നെ അറിയാം, ഒരു സ്ട്രെയിറ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒരേ ഒരു ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം കിട്ടുമെന്ന് വെച്ചാൽ മൊമെൻറ്റം കിട്ടുന്നുമില്ല. മാർക്കറ്റിലാണെങ്കിൽ ആ ഒരു പ്ലേയും കൃത്യമായ രീതിയിൽ വരുന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വൃത്തികെട്ട രീതിയിലാണ് നമ്മളെ മാർക്കറ്റ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കൃത്യമായി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിഫ്റ്റി ഒരു മൊമെൻറ്റം, അതായത് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിഫ്റ്റി ഒരു ബി ഷേപ്പ്ഡ് ഷോർട്ട് ബിൽഡപ്പ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റിയുടെ ഈ മൂവ്സ് ഒരേ റേഞ്ചാണ് ഞാൻ POC ഒന്ന് മെർജ് ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പം 22,589 ഭാഗത്താണ് നിഫ്റ്റിയുടെ നമ്മുടെ POC നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. 22,589 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC, 22,589 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. സോ ഇനി നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് ബുള്ളിഷ് റെഫറൻസ് ഏതാണോ അത് നോക്കണം, ബെയറിഷ് റെഫറൻസ് ഏതാണെന്ന് നോക്കണം. 22,500 താഴെ മാത്രമേ സ്പോട്ടിൽ നിങ്ങളൊരു സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ 22,500 താഴെ മാത്രമേ നിങ്ങൾ സ്പോട്ട് മാർക്കറ്റിൽ ഒരു സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതാണ് എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ഒരു ബെയറിഷ് റെഫറൻസും അതാണ്. സോ ബുള്ളിഷ് റെഫറൻസ് പറയാൻ പോകുന്നു, ബെയറിഷ് റെഫറൻസ് ഞാൻ പറഞ്ഞു. ഇനി നോക്കേണ്ടത് POCയുടെ കളർ നിങ്ങൾക്ക് അറിയില്ല, ആ POCയുടെ കളറും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത്, വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിഫ്റ്റിയുടെ POC ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 22,640 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന് മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. 22,000 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയാണ് 22,640. അതാണ് ഞാൻ ബുള്ളിഷ് റെഫറൻസ് ആയിട്ട് നിഫ്റ്റിക്ക് വയ്ക്കുന്നത്. സോ ബെയറിഷ് റെഫറൻസ് 22,500ഉം ബുള്ളിഷ് റെഫറൻസ് 22,640 ഞാൻ നിഫ്റ്റിയിൽ വയ്ക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ പോവുകയാണെങ്കിൽ മാർക്കറ്റ് കയറാനും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് അടിക്കാനും ചാൻസ് കൂടുതലാണ്. ഇനി നോക്കണം, 22,640ക്ക് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പറ്റും? 22,640ക്ക് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 22,710
17 എന്ന് പറഞ്ഞ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഭാഗത്തേക്ക് പോകാനും അത് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ 22,717 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അതാണ് R1 എന്ന് പറഞ്ഞ ആ ഒരു സ്പോട്ടിൻ്റെ ആ ഒരു ലെവൽ. അത് ഞാനത് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവിടം വരെ പോകാം? അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC ആ 22,821 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതൽ. 22,821 22,000 R2 എന്ന് പറയുമ്പോൾ 22,821 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 22,640 മുകളിൽ നിഫ്റ്റി സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ 22,717 അതിന് മുകളിൽ 22,821 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക് നല്ലൊരു പ്രതീക്ഷിക്കുകയാണ്. സോ 22,500 താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി എവിടം വരെ പോകാം? 22,500 താഴെ നിഫ്റ്റി നിൽക്കുന്ന സമയത്ത് നിഫ്റ്റി 22,449 ഭാഗത്തേക്ക് വരാം. 22,449 ഭാഗത്തേക്ക് വരാം. അതാണ് എന്നെ സംബന്ധിച്ചുള്ള S1. അത് അടുത്തായതുകൊണ്ട് ഞാൻ അത് ചുരുക്കി മാർക്ക് വന്നു. S1 അതിൻ്റെ ഭാഗത്താണ് 22,449. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 22,380 ഈ ഒരു ഏരിയ 385 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്കും പോകാൻ 22,385 ഭാഗത്തേക്ക് പോകാനും S2 എന്ന് പറയുമ്പോൾ 22,380 22,385 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വ്യക്തമായി പറയുകയാണെങ്കിൽ 22,339 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. 22,339 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ S1 S2 S3 വളരെ അടുത്താണ്. ഈ ഒരു ലെവൽ പൊട്ടുവാനും അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. 22,229 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 22,230 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലോർത്തുകൊള്ളുക, 22,500 പൊട്ടുകയാണെങ്കിൽ 22,449 22,385 22,339 ഭാഗത്തേക്കും 640 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 22,717 22,821 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഒരു മൂവ്മെൻറ്റും തരാനുള്ള സമയം മാർക്കറ്റ് അതിക്രമിച്ചു. പ്രത്യേകിച്ച് ഈ ബ്രേക്ക് ഡൗൺ വന്നതിന് ശേഷം ഒന്നുകിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളൊരു മൂവ്മെൻറ്റം തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല എങ്കിൽ താഴേക്ക് ഇറങ്ങുവാനും അത് പുതിയ ലോവർ ലെവൽ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ. സോ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ഹയർ ഹൈസ് ഫോർമേഷൻ ഉണ്ടെങ്കിൽ കൂടി ആശാൻ വളരെയധികം രീതിയിലൊരു മൊമെൻ്റ് ഒന്നും കഴിഞ്ഞ 2 ദിവസം തരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത്. കാരണം സെയിം ലെവലായതുകൊണ്ട് എന്തിന് വെറുതെ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. നമ്മുടെ POC വന്നിരിക്കുന്നത് 48,800 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടിൻ്റെ POC വരുന്നത്. 48,800 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടിൻ്റെ POC വരുന്നത്. അപ്പോൾ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. വ്യക്തമായി നിങ്ങൾ ക്ലിയർ ആകുന്നല്ലോ. നമുക്ക് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം ഇന്നത്തെ ഹൈ ആയ 48,970 മുകളിൽ മാത്രമേ സ്പോട്ടിൽ ഇനി ബൈയെക്കുറിച്ച് ഇതായി. സോ 48,970 മുകളിൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റിക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഒരു മൊമെൻ്റം തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഫിഗറാണ്. 48,512 താഴെ മാത്രമേ ഞാൻ ഇന്ന് സെല്ലിനെ കുറിച്ച് നിൽക്കൂ. 48,515 അത് 12 അതിന് താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഞാനൊരു സെല്ലിനെ കുറിച്ച് നിൽക്കും. 48,512 താഴെ മാത്രമേ ഒരു സെല്ലിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ആ 512 പൊട്ടുകയാണെങ്കിൽ ഈ ലെവലിനകത്ത് ലോ ആയ 48,273 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാൻ ചാൻസ് കൂടുതലാണ്. 48,275 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. അപ്പോൾ S1 അതാണ്. ഞാൻ ആ ബെയറിഷ് റെഫറൻസിൻ്റെ കളർ ഒന്ന് മാറ്റിയിട്ട് നമുക്കത് ക്ലിയർ ആക്കാം. സോ ബുള്ളിഷ് റെഫറൻസ് 48,970, ബെയറിഷ് റെഫറൻസ് 48,512. ഇപ്പോൾ 48,512 പൊട്ടുകയാണെങ്കിൽ 48,275 അതാണ് S1. അതിന് താഴെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്തൊരു ലെവലായ ഈ POC 48,074 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് 48,000. S2 എന്ന് പറഞ്ഞാൽ 48,074 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതൽ. അപ്പോൾ S1 S2 ഞാൻ അപ്പുറത്തേക്ക് ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. കാരണം അതിനപ്പുറത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകുമെന്ന് ചുരുക്കമേ ഉള്ളൂ. പ്രത്യേകിച്ച് RBIയുടെ കുറച്ച് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഒക്കെ കാണുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി. അതാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ബുള്ളിഷ് റെഫറൻസ് ഒരു കാര്യം ചോദിക്കുക 49,050 വെച്ചാൽ അതിന് മുകളിൽ മാത്രമേ നമ്മളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ ഈ POC 49,038 അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ബൈ 49,038 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ POC 49,920 49,297 49,297
ഇത് 29297 ഭാഗത്തേക്ക് പോകുന്നത്. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയിലെ R1. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R2 എന്ന രീതിയിൽ പോകുമ്പോൾ ഈ ഒരു ലെവൽ കൃത്യമായിട്ട് ബാധിക്കുകയാണെങ്കിൽ, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ, ഈ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ 48,400 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം, 48,400 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിക്ക്, 49,400 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു 49,636 അതായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലെവല്. 49,636 ഭാഗത്തേക്ക് R3 അതായിരിക്കും ബാങ്ക് നിഫ്റ്റിയിലെ R3. സോ ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 49,098, ബെയറിഷ് റെഫറൻസ് 48,512 ആണ്. അപ്പോൾ ബെയറിഷ് റെഫറൻസ് 40 ആണെങ്കിൽ 48,275, 48,774. ബുള്ളിഷ് റെഫറൻസ് 49,638 പൊട്ടിയാണെങ്കിൽ 49,297, 49,400, അതിന് മുകളിൽ 49,636 പോകാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലായിരിക്കും. സോ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മാർക്കറ്റിൽ ഒരു മൊമെൻറ്റും, സത്യം പറഞ്ഞാൽ ഒരു മൊമെൻറ്റം കിട്ടിയത് കൃത്യം തന്നെ 10 ദിവസത്തെ അടുപ്പിച്ച്, ഒരു 8 ദിവസത്തിൽ കൂടുതൽ അടുപ്പിച്ചായി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പറയത്തക്ക ഒരു മൊമെൻറ്റും ഒക്കെ മാർക്കറ്റിൽ കിട്ടിയിട്ട്, പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നാളെ പുതിയ കോൺട്രാക്റ്റ് എൻ്റർ ആവുന്നതുകൊണ്ട് സ്പോട്ട് വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആക്കി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ സെബിയുടെ പുതിയ റൂൾ പ്രകാരം നമുക്ക് സ്പോട്ട് വെച്ച് ചാർട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പോട്ട് ചാർട്ട് വരച്ചിട്ടുള്ളത്. സോ ഈ ലെവൽ കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പറ്റുന്നതാണ്. സോ നമ്മുടെ ട്രേഡിംഗ് ഫ്ലോറിൽ ഇനി ആകെപ്പാടെ ഒരു 3 സീറ്റും കൂടെ മാത്രമേ ഉള്ളൂ. ട്രിവാണത്തുള്ളവരാണോ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആൾവേസ് വെൽക്കം. ഇവിടെ നമുക്കൊരു ട്രേഡേഴ്സിൻ്റെ കൂടെ ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ചുമ്മാ ഇരിക്കാം. ട്രേഡിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുവാനും ബാക്കി നമുക്ക് ഈ മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ കുറിച്ചൊക്കെ പഠിക്കാനും ആ സമയം നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒരു ന്യൂസും പൊതുവെ മാർക്കറ്റിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചുരുക്കി വീഡിയോ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ ടേക്ക് കെയർ, ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ.